ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു വിട്ട് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് കെമിസ്ട്രിയിലെ ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ആറ്റം എന്താണ്? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതേ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അല്ലെ. ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം. ഇപ്പൊ ചോദിക്കാം, ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ. ഇനി ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ. അദ്ദേഹം തയ്യാറാക്കിയ മാതൃകയ്ക്ക് ഒരു പേരുണ്ട്. എന്താണ്? പ്ലാനിറ്ററി മോഡൽ, സൗരയൂഥ മോഡൽ ഓഫ് ആറ്റം. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ. ഇനി ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചാണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാം, ഒരാറ്റത്തിൽ പ്രധാനമായി 3 കണികകളാണുള്ളത്: പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. മുമ്പ് ചോദിച്ച ചോദ്യമാണ്, ആറ്റത്തില് ചാർജ് ഇല്ലാത്ത കണിക ഏതാണ്? ന്യൂട്രോൺ ആണ് ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണിക എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. മാസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നതാണ് ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഇപ്പൊ ഒരു എലമെന്റ് ഉണ്ട് എക്സ്, ഇസഡ്, എ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എന്ത്? ആറ്റോമിക നമ്പർ അല്ലെ. ഒരാറ്റത്തിന്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ അല്ലെ. എ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ തുക പ്ലസ് ന്യൂട്രോണിന്റെ തുകയാണ് അല്ലെ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം നമ്മളപ്പോ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ. അറിയാമല്ലോ. അടുത്തത് ആവർത്തന പട്ടിക അല്ലെ. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയുന്നത് ദിമിത്രി മെന്റലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണെങ്കിലോ ഹെൻറി മോസ്ലി. ക്ലിയർ ആണല്ലോ. ആവർത്തന പട്ടികയുടെ പിതാവ് മെന്റലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി. ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പിരീഡ് എന്ന് പറയും. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയാണ് കോളങ്ങൾ എന്തുണ്ടാവുക. അപ്പോ പിരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ പോകുന്നതിന് പിരീഡ് എന്നും താഴേക്ക് വരുന്നതിന് ഗ്രൂപ്പുകൾ എന്നും വിളിക്കും. ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ പിരീഡുകളും ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകൾ എന്നും വിളിക്കും. ആവർത്തന പട്ടികയിലെ 7 പിരീഡുകൾ ഉണ്ട്. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? 18 ഗ്രൂപ്പുകൾ ഉണ്ട്. 1, 2 പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക എന്നുള്ളതല്ല ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനി ലോഹങ്ങളും അയിരുകളും, ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, അയൺ, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഉണ്ടാവാം, കോപ്പർ പൈറൈറ്റ്സ് ആൻഡ് കുപ്രൈറ്റ്, സിങ്ക് ബ്ലെൻഡ്, കലാമിൻ ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി പ്രവൃത്തി അല്ലെ, വർക്ക്. എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂള്. പവർ ആണെങ്കിലോ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി ആണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പവറിന്റെ യൂണിറ്റ് വാട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവറിന്റെ വ്യാവസായിക യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുതിരശക്തി. ഒരു കുതിരശക്തി 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ട് ആണ് കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ഇനി താപം, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറയുന്നത് അല്ലെ. താപപ്രേഷണം 3 രീതിയിലാണ്: ചാലനം, സംവഹനം, വികിരണം. അപ്പൊ നിങ്ങൾ ഈ 3 എണ്ണവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഈ 3 എണ്ണത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. മീഡിയം ആവശ്യമുള്ളത്, കണികകൾ മൂവ് ചെയ്യുന്ന, മീഡിയം ആവശ്യമില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏതാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ചാലനം, സംവഹനം, വികിരണം 3ന്റെയും പ്രത്യേകതകൾ കണ്ടുപിടിക്കുക. അതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് വെള്ള. ഓക്കെ, അതുകൊണ്ടാണ് ചൂട് കാലത്ത് നമ്മൾ ഡാർക്ക് കളറുകൾ, കറുപ്പ് പോലുള്ള കളറുകൾ ഡ്രസ്സുകൾ ധരിക്കരുതെന്ന് പറയാം. കാരണം കൂടുതൽ ചൂട് അത് അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കൂടുതൽ ചൂടാവും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്ലിയർ ആണോ?
അടുത്ത ചലന നിയമങ്ങൾ അല്ലെ, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ഒന്നാം ചലന നിയമം എന്താണ്? സന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു അല്ലെ. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് ഫോഴ്സ് അൺലെസ് ദർ ഇസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെ. ഇനി രണ്ടാം ചലന നിയമം എന്താണ്? ഒരു വസ്തുവിനുണ്ടാകുന്ന വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന സന്തുലിത ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് കേട്ടോ. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം സന്തുലിത ബാഹ്യബലത്തിന്റെ ദിശയിലും ആയിരിക്കും. ഓക്കെ. ഇനി മൂന്നാം ചലന നിയമം, ഏതൊരു പ്രവർത്തനത്തിലും തുല്യമായ വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കില്ല. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ. ഇനി ചലന സമവാക്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. v is equal to u plus at. v എന്താണ്? ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a is acceleration and t is a time അല്ലെ. രണ്ടാം ചലന സമവാക്യം s ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ s is equal to ut plus half at square. മൂന്നാം ചലന സമവാക്യം v square equal to u square plus 2as. മൂന്ന് ചലന സമവാക്യങ്ങളും പഠിക്കണം. ഈ പ്രോബ്ലംസ് ചിലപ്പം ചോദിക്കാം. ഓക്കെ. അടുത്തതാണ് ബീജാങ്കുരണം എന്ന് പറയുന്നത്. ബീജാങ്കുരണം എന്ന് പറയുമ്പോൾ എന്താണ്? ജെർമിനേഷൻ ഓഫ് സീഡ്സ് അല്ലെ. നോക്കിയേ, എന്താണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗം ഇവിടെയാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന വേര്. അപ്പൊ വേരാകുന്ന എന്താണ്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിള്. ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്നതാണ് ബീജശീർഷം അല്ലെ. ശീർഷം എന്ന് വെച്ചാൽ തലയാണെന്ന് അറിയാലോ, അപ്പൊ അത് വെച്ച് ഓർക്കുക. പ്ലിമ്യൂൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. ബീജശീർഷമാണ് വളർന്ന് പിന്നീട് സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡമായിട്ട് മാറുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാവുന്നവരെ ബീജപത്രത്തിലെ കോട്ടയിൽ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇല പാകം ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് മുന്നും എവിടെ നിന്നാണ് ആഹാരം എടുക്കുന്നത്? ബീജപത്രത്തിൽ നിന്ന്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. വിത്ത് വിതരണത്തിന്റെ രീതികൾ: കാറ്റ് വഴി അപ്പൂപ്പൻ താടി, മഹാഗണി; ജലം വഴി തെങ്ങ്; ജന്തുക്കൾ വഴിയാണ് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്; പൊട്ടിത്തെറിച്ചാണ് വെണ്ട, കാശിത്തുമ്പ എന്നിവ ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി ജൈവ കണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും. അപ്പം പ്രധാനമായിട്ടും നമുക്കുള്ള ജൈവ കണങ്ങൾ: ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം ല്യൂക്കോപ്ലാസ്റ്റ്, വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. സോ ഹരിതകണം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. എന്തിനു സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശ്വേതകരണം ല്യൂക്കോപ്ലാസ്റ്റ്. നിറമുണ്ടോ? ഇല്ല അല്ലെ. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്നതാണ്. കൂടെ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, നിറമില്ല. ഓക്കെ, നിറമില്ലാത്തതാണ് ശ്വേതകണം. ക്രോമോപ്ലാസ്റ്റ് വർണ്ണകം. അപ്പൊ ഈ വർണ്ണകങ്ങൾ പലതരത്തിലുണ്ട്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. സാന്തോഫിൽ എന്ന് വെച്ചാൽ മഞ്ഞ നിറം കൊടുക്കുന്നു. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം കൊടുക്കുന്നു. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാകമാകുന്നതിനനുസരിച്ച് ഹരിത കണങ്ങൾ വർണ്ണകങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൈവ കണങ്ങള്, അതേപോലെ പിഗ്മെന്റുകൾ ഓരോന്ന്. സാന്തോഫിൽ ഏത് നിറം? മഞ്ഞ. കരോട്ടിൻ ഏത് നിറം? മഞ്ഞ കലർന്ന ഓറഞ്ച്. ക്യാരറ്റിലൊക്കെ കൂടുതലുള്ളത് കരോട്ടിൻ ആണ്. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം കൊടുക്കുന്നു. ഇനി അടുത്ത വേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടൽ ചെടി അല്ലെ. കണ്ടൽ ചെടി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്ത്? കണ്ടൽ ചെടികൾ. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ് ഉള്ളത് ഏതിനാണ്? ഈ പറയുന്ന കണ്ടൽ ചെടികൾക്കാണ് കേട്ടോ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ആ ഇമേജ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂമാറ്റോഫോർസ് അല്ലെങ്കിൽ ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നു. ഇനി നോക്കിയേ, അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് മരച്ചീനി. മരച്ചീനി എന്ന് പറയുന്നത് എന്താണ്? സംഭരണ വേരുകളാണ് കേട്ടോ. സ്റ്റോറേജ് റൂട്ടാണ്. അതായത് വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. മരച്ചീനി എന്ന് വെച്ചാൽ കപ്പ അല്ലെ, ടപ്പിയോക്ക. അപ്പൊ സംഭരിച്ചു വെക്കുന്നത്, ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളിലാണ്. അപ്പൊ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി. ഇനി നോക്കിക്കേ, അതേസമയം നിങ്ങളോട് ചോദിക്കാം ഉരുളക്കിഴങ്ങ് എന്തിന് ഉദാഹരണമാണ്? എന്താണ്? എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകൾ
എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണ്. എന്നാൽ എല്ലാം രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ്. കണ്ടോ? ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്നു. ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും, ഇപ്പൊ മരച്ചീനി ഒരു കിഴങ്ങാണ് അല്ലെ, പക്ഷെ എല്ലാ കിഴങ്ങുകളും എന്തല്ല, സംഭരണ വേരുകളല്ല. പക്ഷെ അതൊക്കെ എന്താണ്, രൂപാന്തരം പ്രാപിച്ച കാണ്ഡം അല്ലെ, സ്റ്റെമ്മ് രൂപാന്തരം പ്രാപിച്ച കേസുകൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണോ? അല്ല അല്ലെ. ചിലതൊക്കെ രൂപാന്തരം പ്രാപിച്ച കാണ്ഡമായിരിക്കും, സ്റ്റെമ്മുകളായിരിക്കും, മോഡിഫൈഡ് സ്റ്റെം ആയിരിക്കും. അപ്പൊ മോഡിഫൈഡ് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്ത്, ഭൂകാണ്ഡങ്ങൾ. ഉരുളക്കിഴങ്ങ് അതിന് എക്സാമ്പിൾ ആണ്. ഓർത്തു വെച്ചിരിക്കുക, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി വർഗസങ്കരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇനി സങ്കര ഇനം തെങ്ങ് മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് എടുത്ത് മെൻഷൻ ചെയ്യുന്നത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, ഇത് മൂന്നും തെങ്ങിന്റെ സങ്കര ഇനമാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട് ഞാൻ, ഇതും കൂടെ പഠിക്കണം. ഏതിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ്? ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്ക. നിങ്ങൾ ഇപ്പം ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി PSC LDC പോലത്തെ LPUP പോലത്തെ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണം അല്ലെ. അതിനൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ചന്ദ്രലക്ഷ ഏതാണ്, ചന്ദ്രശങ്കര ഏതിനെയൊക്കെ ക്രോസ് ചെയ്തതാണ് എന്നൊക്കെ മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സങ്കര ഇനം നമ്മളോട് ചോദിക്കും പവിത്ര അല്ലെ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള അന്നപൂർണ. അന്നപൂർണ എന്ന് പറയുന്നത് എന്തിന്റെ സങ്കരം ഇനമാണ്? എന്തിന്റെയാണ്? നെല്ലാണ്. ഇത് കേട്ടിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതേപോലെ ഇതിൽ ഏതും ചോദിക്കാം. ജ്യോതിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ജ്യോതിക എന്താണ്? പയറാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ തക്കാളിയില് അക്ഷയ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, തക്കാളി. വെണ്ടയില് അനാമിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പച്ചമുളകില് ജ്വാലാമുഖി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറ്റുമെങ്കിൽ ഈ പേരുകളെല്ലാം തന്നെ പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം, കാരണം ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് പേര് വേണമെങ്കിലും ചോദിച്ച് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണം, കാസർഗോഡ്. ഈ ചോദ്യം ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതേപോലെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ഇത് രണ്ടും ധാരാളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണൂത്തി സർവകലാശാലയുടെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്നതാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കാം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കൂടാതെ നമ്മുടെ കേട്ടറ്റ് കൂടാതെ PSC പോലത്തെ എക്സാമുകൾക്കും ധാരാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനിയും അത് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ്, ഇത് ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. സെറികൾച്ചർ എന്താണ്? പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയാണ്. പിസികൾച്ചർ മത്സ്യം. ഫ്ലോറികൾച്ചർ പൂക്കൾ. എപ്പികൾച്ചർ തേനീച്ച. ക്യൂണികൾച്ചർ മുയൽ. ഇത് ഇത്രയും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എപ്പികൾച്ചറും പിസികൾച്ചറും ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള, സെറികൾച്ചറൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട് തന്നെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സെറികൾച്ചർ പട്ടുനൂൽ പുഴു, പിസികൾച്ചർ മത്സ്യം, ഫ്ലോറികൾച്ചർ ഫ്ലോറി അല്ലെ, പൂക്കൾ, അങ്ങനെ ഓർക്കാം. എപ്പികൾച്ചർ തേനീച്ചയാണ്. ക്യൂണികൾച്ചർ മുയലാണ് കേട്ടോ. അപ്പൊ ക്യൂണികൾച്ചർ, എപ്പികൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ചിലപ്പോൾ ചോദിക്കാം ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പച്ചക്കറികളാണ് കേട്ടോ. അങ്ങനെ പല ഇതുണ്ട്, പല കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര വേണേലും നിങ്ങൾക്ക് നെറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ ധാരാളം ആ ഒരു കോമ്പിനേഷൻ കിട്ടും. പക്ഷെ ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ഏറ്റവും മിനിമൽ ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ?
അടുത്താണ് ടാക്സോണമി. ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ടാക്സോണമി എന്ന് പറയുന്നത് നമ്മുടെ കേഡറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമുകൾക്കും ഓരോ ടോപ്പിക് ഇതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് ടാക്സോണമി? ഓർഗാനിസത്തിന് അവയുടെ സിമിലാരിറ്റീസും ഡിഫറൻസസിന്റെ ഒക്കെ ബേസിൽ സയന്റിഫിക്കലി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയും നെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത് അല്ലെ? ഇനി കാർലസ് ലിനേഴ്സ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? കാർലസ് ലിനേഴ്സ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? കാർലസ് ലിനേഴ്സ് തന്നെയാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? RH വിറ്റാക്കർ. 3 ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചതാണ്. ഇനി 2 കിങ്ഡത്തിൽ ഏതൊക്കെയാ വരുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പ്ലാന്റ്, അനിമാലിയ. 5 കിങ്ഡത്തിൽ ഏതാണ് വരുന്നത്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഇനി അമീബ വരുന്നത് ഏതിലാണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക. പ്രോട്ടിസ്റ്റയിലാണ് അമീബ വരുന്നത് കേട്ടോ. ബാക്ടീരിയാസ് എല്ലാം മൊനീറ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഫഞ്ചായി, പ്ലാന്റ്, അനിമ, അങ്ങനെ 5 എണ്ണമാണ്. ഇനി നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ ഉള്ളൂ. നമ്മൾ പൊതുവെ 5 കിങ്ഡം വരെയാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 കിങ്ഡം അതായത് ബയോളജിയുടെ 8th ക്ലാസ് ബേസിക് സയൻസിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് 6 കിങ്ഡം. ഈ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റം? നിങ്ങൾക്ക് അറിയാം 2 കിങ്ഡം കഴിഞ്ഞ ആക്ച്വലി 3 കിങ്ഡം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഡീഷൻ വന്നാണ് 5 കിങ്ഡം. അപ്പൊ ഇതൊക്കെ പ്രപ്പോസ് ചെയ്ത് ആരാന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് 6 കിങ്ഡം? ഏതാണ് ഒരു എക്സ്ട്രാ കിങ്ഡം വന്നത്? ഈ 5 കിങ്ഡത്തിന്റെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആരാണ് പ്രപ്പോസ് ചെയ്ത് 6 കിങ്ഡം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഒരു ടാക്സോണമിക്കകത്ത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഡൊമൈൻ ആണ് 6 കിങ്ഡത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക. ഏറ്റവും തുടക്കം എവിടെയാണ് തുടങ്ങുന്നത്? സ്പീഷീസിൽ. ബേസിക് ആയിട്ടുള്ളത് സ്പീഷീസ് ആണ്. സ്പീഷീസ് കൂടി ജനസ്, പിന്നെ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. 6 കിങ്ഡത്തിലാണ് ഡൊമൈനിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്തത് വൈറ്റമിൻസ് എന്ന് പറയുന്നത് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിനിൽ വളരെ കുറച്ച് കാര്യം ഷെയർ ചെയ്യാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. വൈറ്റമിൻ KEDA, കേട എന്ന് ഓർക്കുക. അല്ലെങ്കിൽ അടക്ക് എന്ന് ഓർക്കുക അല്ലെ. കൊഴുപ്പ് കഴിച്ചു നമ്മൾ മരിച്ചു, നമ്മളെ അടക്ക്. അപ്പൊ ആ രീതിയിൽ 2 രീതിയിൽ ആലോചിക്കാം. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ Bയും Cയും ആണ്. ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ആൻഡ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഇതിനെ ബേസ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് പല രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താ പറയാ, ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഏതാണ്? വൈറ്റമിൻ C ഒക്കെയാണ് അല്ലെ. കാരണം ജലത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ അതേപോലെ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വൈറ്റമിൻസ്, അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെ നോക്കണം? നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യില്ല. വൈറ്റമിനിൽ നിങ്ങൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട വൈറ്റമിൻ, അവയുടെ രാസനാമങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ജീവകങ്ങളും രാസനാമങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എങ്ങനെ ഓർത്തിരിക്കുന്നത്? റെത്തറൈനി പാബിബഫോസെ അക്കാട്ടോഫി അല്ലെ. റെത്തറൈനി പാബിബഫോസൈ അക്കാട്ടോഫി. തുടക്കത്തിലുള്ള ലെറ്റേഴ്സ് കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജീവകം A റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകോബാലമിൻ, ജീവകം C ascorbic acid, ജീവകം D കാൽസിഫെറോൾ, ജീവകം E ടോക്കോഫെറോൾ ആൻഡ് ജീവകം K ഫിലോക്വിനോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാസനാമങ്ങൾ കേട്ടറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. റെത്തറൈനി പാബിബഫോസൈ അക്കാട്ടോഫി. കണ്ടോ, ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റെത്തറൈനി പാബി ബഫോസൈ കണ്ടോ, സൈനോകൊബാലിമിന്റെ ആണ് സൈ. ഇനി അക്കാട്ടോഫി, അസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ ആൻഡ് ഫിലോക്വിനോൺ. ക്ലിയർ ആണല്ലോ.
ആ ഒരു കോഡില് ഓർത്തിരിക്കുക. ഇനി ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറൊരു കോഡ് ഉണ്ട്, മീൻസ് വേണ്ട, നിങ്ങളിപ്പോ ഇതിൽ ഓർത്തിരുന്നോളാം. ഓക്കെ. ഇനി രോഗങ്ങളും രോഗകാരികളും. മറ്റേ കോഡ് വേണ്ടവര് നമ്മൾ ടോസ് അക്കാഡമിയുടെ തന്നെ വീഡിയോയിൽ വേറൊരു കോഡും കൂടെ, ഒരു കഥ പോലെ ഓർക്കുന്ന ഒരു കോഡും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജീവകങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ. നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അടുത്ത രോഗങ്ങളും രോഗകാരികളും. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഷഡ്പദങ്ങൾ. ഓക്കെ. ഇനി അതേപോലെ മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ജപ്പാൻ. നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാമ്പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഒക്കെ വായുവിലൂടെ പകരുന്നതാണ്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, കോളറ മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കോളറയുടെ കാര്യം. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മൈലറ്റസ് എന്നാണ് ജലത്തിലൂടെ പകരുന്നു. സമ്പർക്കത്തിലൂടെ പകരുന്ന കുഷ്ഠം, എബോളയും, അതേപോലെ ലൈംഗിക സമ്പർക്കത്തിലൂടെ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഷഡ്പദങ്ങൾ, മന്ത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം കേട്ടോ. മന്ത്, ക്യൂലസ് പെൺകൊതുകുകളാണ്. മലേറിയ, അനോഫിലസ് പെൺകൊതുകുകൾ. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി, ചിക്കൻ ഗുനിയ, ഈഡിസ് ഈജിപ്തി, മഞ്ഞപ്പനി, ഈഡിസ് ഈജിപ്തി. ഓക്കെ. അപ്പം കൊതുക് പരത്തുന്നത് തന്നെയാണ് ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന അസുഖവും. ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് കേട്ടോ. ഇത് സ്പെഷ്യലൈസ്ഡ് ആ കൊതുകിന്റെ പേരുകളുണ്ട്, അപ്പൊ അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി മസ്തിഷ്കം. മസ്തിഷ്കം എന്ന് പറയുമ്പോൾ എന്താണ്? നാഡി വ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. ഇത് നോക്കുക, സുഷുമ്നയും മസ്തിഷ്കമാണ് അല്ലെ നാഡി വ്യവസ്ഥയുടെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, കൺഫ്യൂസിങ് ഫാക്ടുകൾ, നിങ്ങൾക്ക് ഡൗട്ടുകൾ വരാവുന്നതാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണെങ്കിൽ അതാണ് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ ആണെങ്കിൽ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അതായത് അനൈച്ഛികം എന്ന് വെച്ചാൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ, തുമ്മണം അല്ലെ, തുമ്മുക, അല്ലെങ്കിൽ റെസ്പിറേഷൻ, ഹാർട്ട് ബീറ്റ് തുടങ്ങിയവയൊക്കെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഇതിനെ നിയന്ത്രിക്കുന്നതാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ കാഴ്ച, കേൾവി അല്ലെ, അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ. അതിന് കൺട്രോൾ ചെയ്യുന്നതാണ് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന മെഡുല്ല ഒബ്ലോങ്ങേറ്റ. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. ഇനി രക്തപര്യന വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. നോക്കിക്കേ, രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ, രക്തമുണ്ട്, രക്തക്കുഴലുകളുണ്ട്, ഹൃദയമുണ്ട് അല്ലെ. രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം എന്ന് പറയുന്നത് അല്ലെ. രക്തത്തിന്റെ pH മൂല്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, 7.4. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. രക്തത്തിലെ ഘടകങ്ങൾ പ്ലാസ്മ, രക്തകോശങ്ങൾ തുടങ്ങിയവയാണ്. ശ്വസന വ്യവസ്ഥ, അന്തരീക്ഷ വായുവിൽ ഓക്സിജനെ ശരീരത്തിന് സ്വീകരിക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. മനുഷ്യരിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം കൂടിയാണ് ശ്വാസകോശം. ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലമാണ് പ്ലിയൂറ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ സുഷുമ്നേനെ കവർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥരം എന്നാണ് കേട്ടോ, സ്ഥരം. ഓക്കെ. ബ്രെയിനിനെ അല്ലെങ്കിൽ സുഷുമ്നേനെ കവർ ചെയ്യുന്നതാണ് മെനിഞ്ചസ് എന്ന് പറയും അല്ലെ. ശ്വാസകോശത്തെ ആണെങ്കിൽ പ്ലൂറ അല്ലെ. അതേപോലെ എപ്പോഴും ചോദിക്കുന്നതാണ്, വാക്യൂളിനെ കവർ ചെയ്യുന്നതാണ് എന്ത്? ടോണോപ്ലാസ്റ്റ് അല്ലെ. ഇനി ഹൃദയം, രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ഹൃദയത്തിന്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക. മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശം വലുപ്പം ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലുപ്പമാണ് അല്ലെ. ഇനി മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം 250 മുതൽ 300 ഗ്രാം വരെയാണ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. കണ്ടോ, ഇവിടെ ഒരു പോയിന്റും കൂടിയുണ്ട്. ഇനി ദഹന വ്യവസ്ഥ, സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. ആഗിരണം ചെയ്യപ്പെട്ട ആഹാരം ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയും.
ഓക്കെ, അപ്പം ഇനി നമ്മുടെ പെഡഗോഗി ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കാണ് അല്ലെ, ഏതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമിയിൽ എന്തൊക്കെയാണ്? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇനി ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറി? ഇവിടെ എല്ലാം നൗണുകളായിരുന്നു അല്ലെ, ആ ടേം എല്ലാം ഇങ്ങോട്ടേക്ക് എന്തായിട്ട് മാറി? വെർബായിട്ട് മാറി അല്ലെ. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. ഇത് ജസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ എക്സാമിന് ചോദിക്കും ഇതിൽ ഏതാണ് അല്ലെ. ഇപ്പൊ ഒരു 4 ഒക്കെ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഈ ടാക്സോണമിയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ടാക്സോണമിയിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പേര് തരും. എന്നിട്ട് ഇതിൽ ഇല്ലാത്തത് ഏത് ഡൊമൈൻ ആണ് എന്നൊക്കെ ചോദിക്കാം അല്ലെ. അപ്പൊ ബ്ലൂംസ് ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിരിക്കുക അല്ലെ. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ അതിനകത്ത് നൗൺ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അല്ലെ. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ബ്ലൂംസിലേക്ക് വരുമ്പോൾ നൗൺ എല്ലാം വെർബായി കണ്ട, ING, റിമെമ്പറിങ്, കോംപ്രിഹെൻഷൻ മാറിയിട്ട് അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ മാറിയിട്ട് അപ്ലൈ, അനാലിസിസ് മാറിയിട്ട് അനലൈസിങ്, സിന്തസിസ് മാറിയിട്ട് അവിടെ ഇവാലുവേഷൻ. കണ്ടോ, ഇങ്ങനെ ഒരു മാറ്റം വന്നു. ഇവിടെയാണ് ഇവാലുവേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹയർ ലെവൽ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ലെവലും കൂടെ ഏതിൽ വന്നു? അപ്പൊ ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ലെവൽ ഉള്ളത് ഏതിലാണ്? ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയിലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവാലുവേഷൻ ഹയർ ലെവൽ ആയിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമിയിലാണ്. ക്രിയേറ്റിംഗ് ഹയർ ലെവൽ ആയിട്ടുള്ളത് എന്തിലാണ്? ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ കൺസെപ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കൺസെപ്റ്റും കൂടെ ആഡ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ് റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നോക്കി പോവാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പെഡഗോഗി എന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് നോക്കുക. അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടം. Okay, the stage of inquiry learning where the teacher asks question to assist the inquiry ഓഫ് ദി സ്റ്റുഡൻസ് വെൻ നെസസറി. എപ്പോഴാണോ ഈ പറയുന്ന, അതായത് കുട്ടികളുടെ ഉള്ളില് ഈ പറയുന്ന ഇൻക്വയറി മെത്തേഡിൽ അല്ലെ, അതിനകത്ത് അധ്യാപകർ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടൈം ഉണ്ട്. അത് ഇതിൽ ഏത് ഘട്ടത്തിലായിരിക്കും വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, പെഡഗോഗിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എക്സാമുകൾക്കെല്ലാം തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ എളുപ്പമാക്കാൻ എന്താണ് ഒരു വഴി എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു 5 സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ. അപ്പൊ പലതരം മോഡൽ. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മോഡലാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് വരുന്നത്. എൻഗേജ് ചെയ്യുക, അതായത് ആദ്യം കുട്ടികളിനെ എൻഗേജ് ചെയ്യിക്കുക. അതായത് ഒരു സിറ്റുവേഷൻ അല്ലെ, അത് കൊടുക്കുമ്പോൾ ആ കുട്ടികളുടെ ഉള്ളില് ആ ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും അല്ലെ, അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അത് അറിയാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ജനിപ്പിക്കണം അല്ലെ. അതാണ് ഫസ്റ്റ് സ്റ്റേജ് അല്ലെ. സ്റ്റുഡൻസ് ആർ എൻഗേജ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ എങ്ങനെയാ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നത്? അവരുടെ ഉള്ളിൽ ഒരു പ്രോബ്ലം നമ്മൾ കൊടുത്തു. അപ്പം അവർക്ക് ആ ഒരു പ്രോബ്ലം കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കുറെ സംശയങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം അങ്ങനത്തെ ആ ഒരു കുട്ടികളിൽ ആ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് എൻഗേജ്. രണ്ടാമത്താണ് എക്സ്പ്ലോർ. എന്താണ്? ഈ സ്റ്റേജിലാണ് ടീച്ചർ ലീഡ് സ്റ്റുഡൻസ് ത്രൂ ഇൻക്വയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടീച്ചർ കുട്ടികളെ ലീഡ് ചെയ്യണം. എങ്ങനെ? ത്രൂ ഇൻക്വയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അവരുടെ ഉള്ളിൽ ഓരോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യുന്ന രീതിയിൽ ഇൻക്വയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടീച്ചർ കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ അത് ഏത് സ്റ്റേജിലാണ്? എക്സ്പ്ലോർ സ്റ്റേജിലാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ വരാം. ഇനി എക്സ്പ്ലെയിൻ.
അടുത്ത് സ്റ്റുഡൻസ് ഡെവലപ്പ് എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഈ എൻഗേജ് സിറ്റുവേഷൻസിലും എക്സ്പ്ലോർ സിറ്റുവേഷൻസിലൊക്കെ കുട്ടികൾ കുറെ മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ചിലപ്പോൾ അവരുടെ ചിന്തകളും ചിന്തിക്കുന്ന രീതികളൊക്കെ തെറ്റായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ എൻഗേജ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയി അപ്പൊ അവർക്ക് കുറെ മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എക്സ്പ്ലോർ അപ്പം അതൊക്കെ ഇങ്ങനെ അവരെ കറക്റ്റ് ആയിട്ട് വഴി നടത്താൻ വേണ്ടി ആ ടീച്ചർ എന്ത് ചെയ്യും, ഇൻക്വയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റുഡൻസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവരിൽ ഒരു ആഗ്രഹം വന്നു കഴിയുമ്പോൾ അവർ കണ്ടുപിടിച്ച് അവരത് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെ. ഇന്നതായിരിക്കാം റീസൺ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി അത് അവരുടെ ശരിയാണോ അതിനെ. അപ്പോൾ ഒരു എക്സാമ്പിളിലെ കേസാണ് നമ്മളിപ്പോൾ കുട്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലെ. ഇനി അത് ജനറലൈസേഷനിലേക്ക് കൊണ്ടുവന്നു. ഇനി പുതിയൊരു ഹൈപ്പോത്തിസിസ് അതിൽ നിന്ന് ഡെവലപ്പ് ഇതൊക്കെ എക്സ്റ്റെൻഡിങ് സ്റ്റേജിലാണ് വരിക. ഇവാലുവേറ്റ്, കറക്റ്റ് ദ മിസ്കൺസെപ്ഷൻ ബൈ. അപ്പൊ ഇനി അടുത്ത സ്റ്റേജ് ടീച്ചറിന് നല്ല പങ്കാളിത്തമുള്ള സ്റ്റേജ് ആണ്. കുട്ടികൾ ഡെവലപ്പ് ചെയ്ത എന്തെങ്കിലും മിസ്കൺസെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഇവാലുവേറ്റ്. അപ്പൊ ഈ 5 സ്റ്റേജുകളിലൂടെയാണ് നമ്മളൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ, അപ്പം ഇൻക്വയറി മോഡൽ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടം ഏതാണ്? എക്സ്പ്ലോർ. ഈ എക്സ്പ്ലോർ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികളോട് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടത്തിലാണ്. എന്തിനാണ്? അവരെ പ്രോപ്പർ ആയിട്ട് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത്, താഴെ പറയുന്ന കോശാംഗങ്ങളിൽ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇത് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന ലൈസോസോം ആണ് അല്ലെ. അപ്പൊ കണക്റ്റഡ് ആയിട്ട് പഠിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്താണ്? ഇതേപോലെ ഓരോ സെൽ ഓർഗൻസിനും ഉള്ള അപരനാമങ്ങൾ അല്ലെ, അത് നമ്മൾ പഠിച്ചിരിക്കുക. സോ നോക്കുക, കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന എന്താണ്? ന്യൂക്ലിയസ് ആണ്. ഒരു കോശത്തിന്റെ മസ്തിഷ്കം എന്താണ്? ന്യൂക്ലിയസ് ആണ് അല്ലെ. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? മൈറ്റോകോൺട്രിയ. ഓക്കെ, അപ്പൊ നമുക്കറിയാം രാസപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ എനർജി ഉണ്ടാകുന്നത്. അപ്പൊ കെമിക്കൽ ഫാക്ടറി ആണ് പവർ ഹൗസ്. രണ്ടും എന്താണ്? മൈറ്റോകോൺട്രിയ. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്, അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക എന്നൊക്കെ പറയും അല്ലെ. കോശത്തിന് ദൃഢതയും ഒരു സ്ട്രക്ചർ ഒക്കെ കൊടുക്കുന്ന എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആത്മഹത്യാ സഞ്ചികൾ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ബാഗ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? ലൈസോസോം ആണ്. അപ്പൊ എന്താണ്? ഫോറിൻ ബോഡീസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് അത് ഡൈജസ്റ്റഡ് ആയി പോകും അല്ലെ. അപ്പൊ ആത്മഹത്യാ സഞ്ചികൾ എന്ന് പറയും ലൈസോസോം. കോശത്തിന്റെ എനർജി കറൻസി ATP. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആത്മഹത്യാ സഞ്ചികൾ. ആൻസർ ലൈസോസോം. ഓക്കെ, കോശത്തിന്റെ എനർജി കറൻസി എപ്പോഴും ചോദിക്കുന്നതാണ് ATP. അടുത്ത, കോശത്തിന്റെ ട്രാഫിക് പോലീസ് ആരാണ്? ഗോൾഗി കോംപ്ലക്സ്. കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്ന എന്താണ്? പ്രോട്ടീൻ. അപ്പൊ നമുക്കറിയാം പ്രോട്ടീൻ വേണം നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെ. അപ്പൊ പ്രോട്ടീൻ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ, അതായത് നമുക്ക് നല്ല എനർജി ഒക്കെ കിട്ടുന്നതുകൊണ്ടാണ് കുതിരകൾ എന്ന പേര്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പേരുകൾ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് വരുന്ന എക്സാമുകളിലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തതും പെഡഗോഗിയിൽ നിന്ന് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. സയൻസ് ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഭാവനാത്മകമായ ആശയങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവിന് അധ്യാപകൻ മൂല്യനിർണ്ണയം നടത്തി. ഈ സന്ദർഭത്തിൽ അധ്യാപകൻ ഏത് ഡൊമൈൻ ആണ് മൂല്യനിർണ്ണയം നടത്തിയെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. 4 ഡൊമൈൻ തന്നിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ, ക്രിയേറ്റീവ് ഡൊമൈൻ, നോളജ് ഡൊമൈൻ ആൻഡ് പ്രോസസ് ഡൊമൈൻ. അപ്പൊ ഇവിടെ ഏതാണ്? നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. കാരണം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് മൂല്യനിർണ്ണയം നടത്തിയത്? ആശയങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവിനെ ഭാവനാത്മകമായി എന്നൊരു ടേം ഉണ്ട് അല്ലെ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആറ്റിറ്റ്യൂഡിനൽ, ക്രിയേറ്റീവ്, നോളജ് ആൻഡ് പ്രോസസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ക്രിയേറ്റീവ് ഡൊമൈൻ ആയിരിക്കും ഇതിലെ ആൻസർ ആയിട്ട് വരിക അല്ലെ. അപ്പൊ
ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് ആക്ച്വലി നമ്മുടെ സയൻസിന്റെ മാക്കോമാർക്ക് ആൻഡ് യാഗർ ടാക്സോണമി എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എക്സാമ്പിൾ അല്ലാതെ ഏത് രീതിയിൽ ഈ പോർഷനിൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ടോപ്പിക് ഒന്ന് നോക്കാം. ഓക്കെ. സോ മാക്കോമാർക്ക് ആൻഡ് യാഗർ 1989 എന്ത് ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. ഓർത്ത് വെച്ചിരിക്കുക, ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ മാക്കോമാർക്ക് ആൻഡ് യാഗർ 1989. അപ്പൊ ഇതിന് 6 ഡൊമൈനുകളുണ്ട്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇപ്പൊ നമ്മുടെ ചോദ്യം വന്നത് കണ്ടില്ല, ആ കുട്ടിയുടെ വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ, അത് ആണ് ഇവാലുവേറ്റ് ചെയ്തത്. അത് ഏത് ഡൊമൈൻ ആണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡൊമൈൻ്റെ പേര് പഠിച്ചാൽ പോരാ, ഓരോ ഡൊമൈനിലും നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കിക്കേ, കൺസെപ്ച്വൽ ഡൊമൈൻ ആദ്യത്തെ ഡൊമൈൻ ആണ് കൺസെപ്ച്വൽ ഡൊമൈൻ. അപ്പൊ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കൺസെപ്റ്റുകളാണ് കേട്ടോ. നോവിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ ഒരു കൺസെപ്റ്റ് പഠിക്കുക, ഒരു കൺസെപ്റ്റ് പഠിക്കുക. അപ്പൊ എന്താണ് ഒരു കൺസെപ്റ്റ് പഠിക്കുക? നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുക അല്ലെ, അത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് കൺസെപ്ച്വൽ ഡൊമൈനിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു കുട്ടി ഇങ്ങനെ പഠിച്ചു അവനെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അത് ഏത് ഡൊമൈനിലാണ് വരിക? കൺസെപ്ച്വൽ കേട്ടോ. ദിസ് ഡൊമൈൻ ഇൻക്ലൂഡ് ഫാക്ട്, കൺസെപ്റ്റ്, ലോസ്, പ്രിൻസിപ്പൽ, തിയറീസ് ആൻഡ് ഹൈപ്പോത്തസിസ്. ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ഡൊമൈൻ ഏതായിരിക്കും? കൺസെപ്ച്വൽ ഡൊമൈൻ. ഫാക്ട്, കൺസെപ്റ്റ്, ലോസ്, പ്രിൻസിപ്പൽ, തിയറീസ് ആൻഡ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അതൊന്ന് പഠിച്ചിരിക്കുക. അടുത്താണ് പ്രോസസ് ഡൊമൈൻ. ഇതിനകത്ത് എക്സ്പ്ലോറിംഗ് ആൻഡ് ഡിസ്കവറിംഗ്. അപ്പൊ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതല്ലേ. അപ്പൊ പ്രോസസ് ഡൊമൈനിൽ പ്രധാനമായിട്ട് 13 പ്രോസസ് സ്കില്ലുകളെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്ര ഓർത്താൽ മതി. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുവാണ്, ഡിസ്കവർ ചെയ്യുവാണ്. അപ്പൊ എക്സ്പ്ലോറിംഗ്, ഡിസ്കവറിംഗ് എന്നുള്ള ടേം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ് ഡൊമൈനിൽ വരും. അതേപോലെ തന്നെ ഒബ്സർവിങ്, കണ്ടോ, ആ കുട്ടി ഒബ്സർവ് ചെയ്യാണ്. ക്ലാസിഫൈയിങ്, ഓർഗനൈസിങ്, മെഷറിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പൊ ഇങ്ങനത്തെ ടേമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ വരും? പ്രോസസ് ഡൊമൈനിൽ വരും. ഒബ്സർവിങ്, ക്ലാസിഫൈയിങ്, ഓർഗനൈസിങ്, മെഷർ ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, യൂസിങ് നമ്പർ റിലേഷൻഷിപ്പ്, പ്രിഡിക്റ്റ് ചെയ്യുന്നു, യൂസിങ് സ്പേസ് ആൻഡ് ടൈം റിലേഷൻഷിപ്പ്, ഹൈപ്പോത്തസിസ് അല്ലെ, ഒരു കാര്യത്തിനെ കുറിച്ചുള്ളത് ഊഹിക്കുന്നത്, ഇൻഫറിങ് അല്ലെ, നമ്മൾ ചെയ്ത കാര്യത്തിൽ നിന്ന് ഒരു കാര്യം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, ഐഡന്റിഫൈങ് ആൻഡ് കൺട്രോളിങ് വേരിയബിൾസ്. ഇതൊക്കെ ഏത് ഡൊമൈനിലാണ് വരുന്നത്? പ്രോസസ് ഡൊമൈനിൽ. ഓക്കെ, ഇനിയുണ്ട് മേക്കിംഗ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ, ഇന്റർപ്രിറ്റിംഗ് ഡാറ്റ, എക്സ്പെരിമെന്റിങ്. ഇതൊക്കെ ഏത് ഡൊമൈനിൽ വരും? പ്രോസസ് ഡൊമൈനിൽ. അപ്പൊ പ്രോസസ് ഡൊമൈനിൽ പ്രധാനമായിട്ടും 13 പ്രോസസ് സ്കില്ലുകളാണ് വരുന്നത് എന്ന് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതാണ് ആപ്ലിക്കേഷൻ ഡൊമൈൻ. ആപ്ലിക്കേഷൻ ഡൊമൈൻ എന്ന് പറയുമ്പോൾ യൂസിങ് ആൻഡ് അപ്ലൈ. ഓക്കെ, അപ്പൊ പ്രോസസ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുക, അടുത്ത ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, ഇനി അത് യൂസ് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഇതിൽ വരുന്ന ഡയമെൻഷൻ ക്രിട്ടിക്കൽ തിങ്കിങ് ഇതിനകത്ത് വരും. പിന്നെ പ്രോബ്ലം സോൾവിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് അല്ലെ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് കേട്ടോ. ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ, അടുത്തൊരു ഡൊമൈൻ ആണ് ആറ്റിറ്റ്യൂഡ്. ഫീലിംഗ് ആൻഡ് വാല്യൂയിങ്. ഇപ്പൊ നമ്മുടെ ഇമോഷൻ അല്ലെ, പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പേഴ്സണൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനുള്ളത്, ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്, ഫീലിംഗ്, വാല്യൂയിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? ആറ്റിറ്റ്യൂഡ് ഡൊമൈനിലാണ് വരുന്നത്. അടുത്താണ് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. അപ്പൊ ഇമാജിനിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടിയുടെ ഇമാജിനിങ്ങിനെ കുറിച്ച് അയാൾ സാർ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെ. അപ്പൊ അത് ഏത് ഡൊമൈനിൽ വരും? ക്രിയേറ്റിവിറ്റി. അപ്പൊ നമ്മുടെ ആൻസർ ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ആണ് ക്വസ്റ്റ്യന്റെ. അപ്പൊ ഇതിൽ വരുന്ന ഡൈവർജന്റ് തിങ്കിങ്, ഇമാജിനേഷൻ, വിഷ്വലൈസിങ്, ഡിസൈനിങ്, സോൾവിങ് പ്രോബ്ലംസ് ആൻഡ് പസിൽസ് ഒക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെയും ഇമാജിനേഷന്റെ ഒക്കെ ഭാഗമാണ്. അപ്പൊ അത് വരുന്നത് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. അടുത്ത നേച്ചർ ഓഫ് സയൻസ്. ഇവിടെ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് ഫോർ സയന്റിഫിക് റിസർച്ച്, മെത്തഡോളജി യൂസ്ഡ് ഇൻ സയന്റിഫിക് റിസർച്ച്, അങ്ങനെ സയൻസുമായി കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നേച്ചർ ഓഫ് സയൻസ് ഡൊമൈനിൽ. അപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോസസ് ഡൊമൈനിൽ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡൊമൈനിൽ നിന്നൊക്കെ ആയിരിക്കും. ഓക്കെ,
സോ അടുത്തത് നമുക്ക് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ആരാണ്? കാൾ ലിനേയസ്, ഏർണസ്റ്റ് ഹെക്കൽ, റോബർട്ട് ഹുക്ക് ആൻഡ് റോബർട്ട് വിറ്റാക്കർ. അല്ലെ, നമുക്കറിയാം ടാക്സോണമിയിൽ അല്ലെ, ബയോളജിക്കൽ ടാക്സോണമിയിൽ പ്രധാനമായിട്ടും 2 ടാക്സോണമിയാണ് പഠിക്കാനുള്ളത്. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന കാലസ് ലിനേസ് ആണ്. അപ്പൊ ടാക്സോണമി എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഐഡന്റിഫൈസ് ഓർഗാനിസംസ് ആൻഡ് ക്ലാസിഫൈസ് ദം ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആൻഡ് നെയിം ദം സയന്റിഫിക്കലി. ഓക്കെ, അപ്പം ഇങ്ങനെ ജീവികളെ ക്ലാസിഫൈ ചെയ്യുകയും നെയിമിംഗ് ഒക്കെ ചെയ്യുന്നതാണ് ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്. ഫാദർ കാലസ് ലിനേസ് ആണ്. ഓക്കെ, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാലസ് ലിനേസ് തന്നെയാണ്. അതിൽ പ്ലാന്റ്, അനിമാലിയ എന്ന 2 ഡിവിഷൻസ് ആണുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റാക്കസ് ആണ്. ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? മൊനേറ, അത് ബാക്ടീരിയാസ് മൊനീറാസിൽ പെടും. ആൻഡ് ആൽഗെ, പ്രോട്ടോസോവൻസ് ഒക്കെ പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ, ഇങ്ങനെയാണ് 5 കിങ്ഡംസ്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് ഫാദർ ഓഫ് ടാക്സോണമി, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്? 2 കിങ്ഡത്തിൽ ഏതൊക്കെയാണ് 2 കിങ്ഡംസ്? പ്ലാന്റ്, അനിമാലിയ. 5 കിങ്ഡത്തിൽ ഏതൊക്കെയാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്? കാലസ് ലിനേസ് ആണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണിന്റെ പകുതി മുറിച്ച മാതൃക ഉപയോഗിച്ച് അധ്യാപിക ഇന്ദ്രിയങ്ങൾ പഠിപ്പിക്കുന്നു. ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രകാരം ഇത് പഠന ഉപകരണത്തിന്റെ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. എ, കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്. എന്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് പർപ്പസ് എക്സ്പീരിയൻസ്, ഡെമോൺസ്ട്രേഷൻ, വിഷ്വൽ സിമ്പിൾസ്. അപ്പൊ ഇതില് നമ്മൾ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് പെട്ടെന്ന് ചെറിയ രീതിയിലൊന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത്? അപ്പം ടീച്ചിങ് എയ്ഡിന് നമ്മൾ ഇൻസ്ട്രക്ഷണൽ എയ്ഡ് എന്നും പറയും. അപ്പൊ എന്താണ് ടീച്ചിങ് എയ്ഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലെ. അപ്പൊ പഠിപ്പിച്ചു തരുന്ന സമയത്ത് ഇപ്പൊ ട്രയാങ്കിൾ, ഇപ്പൊ നമ്മളോട് ജസ്റ്റ് ആ ടീച്ചർ ഇങ്ങനെ പറയുകയാണ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ട്രയാങ്കിൾ എന്താണെന്ന് അറിയാത്ത അവസ്ഥയായിരിക്കും. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലാണ്, ട്രയാങ്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങളോട് ആ ടീച്ചർ ഇങ്ങനെ പറയുകയാണ് ഒരു ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിന്റെ പേര് ട്രയാങ്കിൾ എന്നാണ്. അതിന് 3 കോണുണ്ട്, അതിന് 3 സൈഡുകളുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ? ആ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ട്രയാങ്കിളിന് കറക്റ്റ് ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല അല്ലെ. എന്നാലോ ആ ടീച്ചർ ഒരു ചോക്ക് എടുത്തിട്ട് ബോർഡിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചിട്ട് നമ്മളോട് പറയുകയാണ് ഈ ഷേപ്പാണ് ട്രയാങ്കിള്. ഇതിന് ഇങ്ങനെ 3 കോണുകളുണ്ട്. ഇതാണ് അതിന്റെ 3 കോണ്. 3 സൈഡ് ഉണ്ട്. ഇതാണ് 3 സൈഡ്. ഇനി പലതരം ട്രയാങ്കിളുകൾ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ ആയി അല്ലേ. ഇനി കുറച്ചും കൂടെ നമുക്ക് ഐഡിയ ആവും. എങ്ങനെയാകുമ്പോൾ ആ ടീച്ചർ ഒരു മരത്തിന്റെ എന്തെങ്കിലും ബ്ലോക്കുകൾ അല്ലെ, ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ഒരു മരക്കഷ്ണം നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അല്ലെ. ഇതാണ് ട്രയാങ്കിള്. അപ്പൊ നമ്മളത് കയ്യിൽ പിടിച്ചു വെക്കും. ഓ, ഇതാണ് ട്രയാങ്കിൾ അല്ലെ. അപ്പൊ അതിന്റെ സൈഡുകൾ, ആംഗിളുകൾ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ട്രയാങ്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആവും അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന എയ്ഡ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? ഹെൽപ്പുകളാണ് അല്ലെ. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ പിള്ളേർക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എയ്ഡുകളെയാണ് നമ്മൾ ടീച്ചിങ് എയ്ഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ പല രീതിയിൽ ഇപ്പൊ ഫിസിക്കൽ എയ്ഡുകൾ ഉണ്ട് അല്ലെ, ലബോറട്ടറി ഉണ്ട്, നമ്മുടെ ക്ലാസ് റൂം, ബ്ലാക്ക് ബോർഡ്, മാപ്പ്, ഇതൊക്കെ എന്താണ്? കുറെ തരം എയ്ഡുകളാണ്. ഇനി ഓഡിയോ വിഷ്വൽ എയ്ഡുകൾ കാണാം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമയൊക്കെ ഇട്ട് തന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും അല്ലെ. കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ടീച്ചിങ് എയ്ഡുകളാണ് അല്ലെ. അപ്പം ഇതൊക്കെയാണ് എന്ത്? ടീച്ചിങ് എയ്ഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ടീച്ചിങ് എയ്ഡുകൾ എത്രത്തോളം ഒരു കുട്ടികൾക്ക് ഉപകാരമാകും, അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു പിനാക്കിൾ ഫോമിൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇതിൽ പല രീതിയിലുള്ള എയ്ഡുകളെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഏത് എയ്ഡാണ് കൂടുതൽ ഇഫക്റ്റീവ് എന്നൊക്കെ പറയുന്ന ഒരിതാണ് എഡ്ഗർ ഡെയിൽ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ടീച്ചിങ് എയ്ഡുകളെ ഇങ്ങനെ ഒരു ഹൈറാർക്കി ആയിട്ട് അല്ലെങ്കിൽ ഒരു ടേബിൾ ആയിട്ട് ഒരു പിനാക്കിൾ ഫോമില്, പിനാക്കിൾ എന്നൊക്കെ പറയാം ഈ ഒരു ഫോമിന് കേട്ടോ, ഇങ്ങനെ കൂമ്പാരം പോലെ ഇരിക്കുന്ന ഒരു ഫോമിന്
അങ്ങനെ എഡ്ഗർ ഡെയിൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അല്ലെ. ഇവിടെ ഇരിക്കുന്നത് കുറച്ചും കൂടെ അനുഭവം തരും, ഇവിടെ ഇങ്ങനെ പുള്ളി എല്ലാ ഏടുകളെയും ഇങ്ങനെ നിലവിലുള്ള ഏടുകളെയൊക്കെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പറഞ്ഞു ഏറ്റവും താഴെ പുള്ളിയുടെ ട്രയാങ്കിളിൽ ഏറ്റവും താഴെയുള്ളത് ഒരു വിദ്യാർത്ഥിക്ക് 100% എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇത് 90% ഉള്ളൂ, ഇത് 80% ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ പോയി പോയി വരുമ്പോൾ ഇവിടെ ഏകദേശം 10% എക്സ്പീരിയൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് എഡ്ഗർ ഡെയിൽ ഉണ്ടാക്കിയ എന്താണ് അതിന് പറയാ, കോൺ ഓഫ് എക്സ്പീരിയൻസ്. കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്താ പറയുന്നത്, കോൺ ഓഫ് എക്സ്പീരിയൻസ്. കോൺ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഷേപ്പ് അല്ലെ, നമ്മൾ ഐസ്ക്രീമിന്റെ കോൺ കണ്ടിട്ടില്ലേ, അപ്പൊ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിച്ചിരിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ആദ്യത്തെ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, ആദ്യം ഏറ്റവും താഴെ. പിന്നെയുള്ളതാണ് കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്. എന്താ കോൺട്രീവ്ഡ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അറിവുകൾ അല്ലെ. അപ്പൊ നമ്മളോട് എത്ര പറഞ്ഞു തന്നാലും മറ്റുള്ളവർ പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അപ്പൊ നമ്മളോട് ഇത്രയും ആഴത്തില് നമ്മളോട് ചാടരുത് എന്ന് പറഞ്ഞു, ഒരു അധ്യാപകൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അത് വലിയ കാര്യമാക്കില്ല. വൺസ് നമ്മൾ ചാടി നമ്മുടെ കൈക്കോ കാലിനോ ഒരു പരിക്ക് പറ്റി കഴിയുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവില്ല, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അപ്പൊ അതാണ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അത് അനുഭവിച്ചു അല്ലെ. ഇനി കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്. എന്താ കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇത് മലയാള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നെ മലയാളത്തിൽ കോൺട്രീവ്ഡ് എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലെ, കുറച്ച് ഇപ്പൊ ഡേഞ്ചറസ്, ഇപ്പൊ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണവ നിലയങ്ങളുടെ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ എന്താണ്, റിയാക്ടറിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊക്കെ പോയി ജസ്റ്റ് അവിടെയൊക്കെ കാണാം. എന്നാലും ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിൽ എന്താ, അത് ഡേഞ്ചറസ് ആണ് അല്ലെ നമ്മുടെ ആരോഗ്യത്തിന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു മോഡൽ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അതാണ് കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മുടെ ചോദ്യം കണ്ണിന്റെ കാര്യമായിരുന്നു അല്ലെ, അത് കോൺട്രീവ്ഡ് എക്സ്പീരിയൻസിലാണ് വരിക. കാരണം കണ്ണെന്ന് പറഞ്ഞത് ഡയറക്റ്റ് ഒരാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണ്, കണ്ണിന്റെ ഒരു മാതൃക ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലെൻസിന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമുക്ക് പറഞ്ഞുതരാം. അതാണ് കോൺട്രീവ്ഡ്. ഇപ്പൊ ഡാമിന്റെ കേസുകളൊക്കെ അല്ലെ, ഡാമിന്റെ ഒക്കെ നമ്മളെ ഒന്ന് കൊണ്ടുപോയി ജസ്റ്റ് ഡാം ഒക്കെ കാണിക്കാം, എന്നാൽ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വളരെ അപ്പം ഈ രീതി അതിന്റെ ചെറിയൊരു എന്താ മിനിയേച്ചർ ഫോം നമുക്ക് ഉണ്ടാക്കാം അല്ലെ. അങ്ങനെ മിനിയേച്ചർ ഫോം ഉണ്ടാക്കി അങ്ങനെ പഠിപ്പിക്കുന്നതാണ് എന്ത്, കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ് അല്ലെ. ചിലപ്പോൾ ആ പറഞ്ഞു തരുന്ന കാര്യം ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള സാധനമായിരിക്കും, അതുകൊണ്ട് അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോരോ അല്ലെ കാണിക്കാനോ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കുന്നതൊക്കെയാണ് എന്ത്, കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്. ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസ്, അതായത് നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഒരു റോൾ പ്ലേ ഒക്കെ നടത്തി കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എന്തുണ്ട് ഈ ഒരു രീതിയിൽ വരുന്നത്. അപ്പൊ ആദ്യത്തെ ഈ മൂന്ന് തലങ്ങള് ഒരു വിദ്യാർത്ഥിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് തരും എന്നാണ് പറയുന്നത്. അതായത് ഒരു കണ്ണിന്റെ രൂപം കണ്ടു പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ശരിക്കും ഒരു കണ്ണ് കണ്ടു പഠിച്ച പോലെ അല്ലെ, ഡ്രാമ ചെയ്ത് പഠിച്ച ഒരാൾ അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ പല കാര്യങ്ങൾ, ജൂലിയസ് സീസറിന്റെ ഒക്കെ കാര്യം നമ്മൾ നാടകമൊക്കെ കളിച്ച് അങ്ങനെ പഠിച്ചാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കഥയൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, ഡ്രാമറ്റൈസ്ഡ് എക്സ്പീരിയൻസ്, കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്, ഡയറക്റ്റ് പർപ്പസ്, ഇത് നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് തരുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കുക, ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷൻ എന്ന് വെച്ചാൽ ലാബിലൊക്കെ കൊണ്ടുപോയി നമ്മളോട് പറഞ്ഞു തരുവാണ്, ഇങ്ങനെ നമ്മളെ കൊണ്ട് തൊടിയിക്കുന്നില്ല, ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു തരുകയാണ് ഡെമോൺസ്ട്രേഷൻ. ഫീൽഡ് ട്രിപ്പ് അല്ലെ, നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഫീൽഡിലൊക്കെ പോയി കണ്ടുപഠിക്കുന്നതാണ് ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. പിന്നെ എക്സിബിഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ഒത്തിരി അങ്ങ് മനസ്സിലാവത്തില്ല, എന്നാലും അത്യാവശ്യമൊക്കെ നമ്മൾ അല്ലെ ടെലിവിഷൻ, TV വഴി കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളത്. പിന്നെ ഉള്ളത് മോഷൻ പിക്ചേഴ്സ്, അതായത് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ച് പഠിപ്പിക്കുന്നത്. റെക്കോർഡിങ്, റേഡിയോ, സ്റ്റിൽ പിക്ചേഴ്സ്, അപ്പം അതിലൊക്കെ വഴി നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതിനെയാണ് നമ്മൾ വിക്കേരിയസ് ആയിട്ടുള്ള അനുഭവം. അപ്പൊ ഇത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു 99-100% അനുഭവം തരും. ഇപ്പൊ വിക്കേരിയസ് എന്ന് പറഞ്ഞാൽ അത്രയില്ല, എന്നാലും നമുക്കറിയാം ഫീൽഡ് ട്രിപ്പ് ഒക്കെ പോയി നമ്മളൊരു കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാവും അല്ലെ. അപ്പൊ
ഏറ്റവും അനുഭവം തരുന്ന ഡയറക്റ്റ്, പിന്നെ ഈ പറയുന്ന വിക്കേരിയസ്, പിന്നെ വരുന്നതാണ് വെർബൽ സിമ്പിൾസും വിഷ്വൽ സിമ്പിൾസും. ഇത് വരുന്നത് സിംബോളിക്കിന്റെ ലെവലിലാണ്. ഏതാണ്? സിംബോളിക്. അതായത് എന്താണ് പറയാ, വിഷ്വൽ സിമ്പലുകൾ. ഇതെന്താണ്? വിഷ്വൽ സിമ്പൽ, ഇത് വെർബൽ സിമ്പൽ. അപ്പൊ ആക്ച്വലി എന്താണ് ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, ആ ഒരു രീതി പഠിക്കുന്നതാണ്. സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് മാത്രമേ തരുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഡ്ഗർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഈ കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ മുമ്പ് എക്സാമുകൾക്ക് ഈ കോൺട്രീവ്ഡ് എക്സ്പീരിയൻസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കണ്ണിന്റെ പകുതി മുറിച്ച് മാതൃക ഉപയോഗിച്ച് അധ്യാപക ഇന്ദ്രിയങ്ങൾ പഠിപ്പിക്കുന്നു. ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രകാരം ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നു? അപ്പൊ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് അല്ലെ? കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന പോലെ മോഡൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളെ പഠിപ്പിക്കും. അപ്പൊ ചിലപ്പോൾ വളരെ ആറ്റത്തിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ, ആറ്റത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആറ്റം കാണാൻ പറ്റൂലല്ലേ, അപ്പൊ അത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് അതിനെ ഒരു ഇതിലൊക്കെ കാണിക്കുന്നത്, അതൊക്കെ കോൺട്രീവ്ഡിൽ വരും കേട്ടോ. അതേപോലെ വലിയ കാര്യങ്ങൾ, ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ മോഡലുകളൊക്കെ ഉപയോഗിക്കും. അതിനെ എന്ത് വിളിക്കും? കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അടുത്തത് നമുക്ക് കെമിസ്ട്രിയിലെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് നോക്കാം. ഓക്സിഡേഷൻ നമ്പർ അല്ലെ, ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള ഒരു ടോപ്പിക് നമ്മുടെ എക്സാമിന് നമുക്കുണ്ട് അല്ലെ. അപ്പൊ KMnO4 എന്ന് പറയുന്നതിനകത്ത് Mnന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് നമ്മളോട് ചോദിക്കുന്നത്. Mnന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് കാണാൻ പറ്റുക? ഇത് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഓക്സീകരണ അവസ്ഥ അല്ലെ, ഓക്സിഡേഷൻ നമ്പർ അറിയണം അല്ലെ. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? +1 ആണ്. ഓക്കെ, ഇനി ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. ഓക്കെ, ഇത് രണ്ടും അറിയെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. പക്ഷെ ചിലതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പൊ നോക്കുക, കെയുടെ +1 അല്ലെ, +1 പ്ലസ് Mnന്റെ നമുക്ക് അറിയില്ല, അതിന് X എന്ന് കൊടുത്തു, പ്ലസ് ഓക്സിജന്റെ -2 ആണ്, പക്ഷെ ഇവിടെ O4 ആണ് അല്ലെ. അപ്പൊ 4 × -2 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മൊത്തത്തിൽ ഇക്വേറ്റ് ചെയ്യാം ടു 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? +1 എന്ന് വെച്ചാൽ 1 നമ്മൾ എഴുതിയാൽ മതിയായിരിക്കും. 1 + X മൈനസ് എത്രയാ? -8 = 0 അല്ലെ. അതായത് X എന്ന് പറഞ്ഞാൽ എന്താണ്? 8 - 1, അതായത് 7 എന്നാണ് ആൻസർ വരിക. ഓക്കെ, ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ Mnന്റെ ഓക്സിഡേഷൻ നമ്പർ +7 -7 ഉണ്ടാവും. വെറും 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എന്താണ്? +7 എന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ ചില എലമെന്റുകളുടെ ഈ പറയുന്ന ഓക്സിഡേഷൻ നമ്പർ കാണാതെ പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ ഹൈഡ്രജന്റെ, അതേപോലെ പൊട്ടാസ്യത്തിന്റെ, സോഡിയത്തിന്റെ, ഓക്കെ, ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ നോക്കിയേക്കുക, +1 ആണ്. ഇനി അതേസമയം കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ഇതൊക്കെ പൊതുവെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ് വരിക. ഇനി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇത്രയും ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിന്റെ എത്രയാണ്? -1 ആണ്. പിന്നെ ഓക്സിജൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഓക്സിജന്റെ എന്ന് പറയുന്നത് -2 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും എലമെന്റുകളുടെ ഓക്സിഡേഷൻ നമ്പറും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത് കെമിസ്ട്രിയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സിഡേഷൻ നമ്പർ കാണാൻ മുൻ വർഷങ്ങളിൽ നിങ്ങൾക്ക് കാറ്റഗറി 2-ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും അത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മുൻ H2SO4ന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നോക്കിക്കേ, H2SO4 ഇത് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാനിവിടെ Hന്റെ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞു, +1 ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും മതി നമ്മൾക്ക് കണ്ടുപിടിക്കാൻ. സോ
ഹൈഡ്രജൻ 2 ഇൻറ്റു പ്ലസ് 1 അല്ലെ, ഹൈഡ്രജന്റെ കേസിൽ പ്ലസ് ഓക്സിജന് നമ്മൾ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സോറി സൾഫറിന് ഓക്സിജന് -2 ഇൻറ്റു 4 ഇത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു പ്ലസ് 1 എന്ന് വെച്ചാൽ 2 പ്ലസ് എക്സ് -8 ഈക്വൽ ടു 0. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? +8 - 2, അതായത് +6 ആണ് എന്തിന്റെ ഓക്സിഡേഷൻ നമ്പർ? സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടത്? ഇപ്പൊ ഞാൻ പറഞ്ഞ അത്രയും എലമെന്റിന്റെ ഒന്ന് പഠിച്ചാൽ മതി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യണം, എല്ലാം നന്നായിട്ട് നോക്കിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് ഓർത്തിരിക്കാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇനി ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും കയറി പോരാൻ പറ്റില്ല അല്ലെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് നിന്ന്, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കുക ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ ആണ്. അപ്പൊ അതുമായിട്ട് ചുറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സാമിന് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് ഈ ഒരു ദിവസങ്ങളിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക. താങ്ക് യു.